എറണാകുളം ജില്ലയുടെ ഗ്രാമീണ സ്വർഗമാണ് കടമക്കുടി. ഫോർട്ട് കൊച്ചിയിലും മറൈൻ ഡ്രൈവിലും പോയി മടുത്തവർ ഇപ്പോഴെത്തുന്നത് ഇങ്ങോട്ടാണ്. മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളും സായാഹ്നത്തിന്റെ സൗന്ദര്യവുമാണ് കടമക്കുടിയെ വേറിട്ടതാക്കുന്നത്, പ്രിയമുള്ളതാക്കുന്നത്. മെട്രോ നഗരത്തിന്റെ ബഹളങ്ങളൊന്നും ഇവിടെയില്ല. തിരക്കുകളിൽ നിന്നെല്ലാം മാറി സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമം, അതാണ് കടമക്കുടി. സാധാരണക്കാരായ മനുഷ്യരാണ് ഈ ഗ്രാമത്തിന്റെ ഭംഗി. ഈ ഗ്രാമഭംഗി ആസ്വദിക്കാൻ പല നാടുകളിൽ നിന്നായി ആളുകൾ എത്തുന്നു. Did you enjoy the place? It was wonderful, thank you. It's so pretty and the people are very nice. So a must visit. What all did you explore here? Just the area around here, and now we're going to go on the other side to see the views. Very excited. I hope the 2 cars fit, but we'll see. ചുറ്റിനും പച്ചപ്പ് നിറഞ്ഞ കൊച്ചുവഴികളും ചെറുകടകളും ഇവിടുത്തെ വൈകുന്നേരങ്ങളെ മനോഹരമാക്കുന്നു. സൂര്യാസ്തമനത്തിന് ശേഷം തീരുന്നതല്ല ഇവിടുത്തെ കാഴ്ചകൾ. കടമക്കുടിയിലെ രാത്രിക്കും ഒരു പ്രത്യേക അഴകാണ്. ഇവിടുത്തെ മുഴുവൻ സൗന്ദര്യവും ആസ്വദിക്കണമെങ്കിൽ ഒരു വഞ്ചിയാത്ര നിർബന്ധമാണ്. ചുറ്റിനും പരന്നുകിടക്കുന്ന ചെമ്മീൻ കെട്ടും പൊക്കാളി കൃഷിയും എല്ലാം ഈ യാത്രയിൽ കാണാൻ കഴിയും. കടമക്കുടിയെക്കുറിച്ച് പറഞ്ഞു തരാൻ കടമക്കുടിക്കാരൻ മിഖായൽ ചേട്ടനൊപ്പം കൂടിയപ്പോൾ യാത്ര മനോഹരമായി. ഞാൻ 24 മണിക്കൂർ വെള്ളത്തിലായിക്കൊള്ളു. അടി ചെന്നിട്ട് ഞാൻ വീശിച്ച് കരിമീൻ ഓരോ തന്നെ മുങ്ങി പിടിച്ചിട്ടു വെള്ളത്തിന് വാലി വെച്ച് കടിച്ചു പിടിക്കും. പിന്നെ കടമക്കുടിയുടെ പ്രത്യേകത 6 മാസം ചെമ്മീൻ കൃഷി, 6 മാസം പൊക്കാളി കൃഷി. നമ്മൾ മണിക്കൂറുകളോളം ഈ ബോട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ഷീണം വരില്ല. നല്ല കായലിൻ്റെ നല്ല കാറ്റും നല്ല തണുപ്പും ഇത്തിരി നല്ല നല്ല വാക്കുകളും, അങ്ങനെ സൂപ്പർ യാത്ര നമ്മുടെ യാത്ര. വലയെറിഞ്ഞപ്പോ വളകിലെക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു ഞറുക്കിന് ചേർക്കണേ. എറണാകുളത്തെ ഗ്രാമീണ സ്വർഗം തന്നെയാണ് ഇവിടം. സ്ഥിരമായി എല്ലാ വൈകുന്നേരവും ഇവിടെ എത്തുന്നവരുണ്ട്. ഒന്ന് വന്നാൽ വീണ്ടും തിരിച്ചെത്താൻ തോന്നുന്ന എന്തോ ഉണ്ട് ഇവിടെ. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെത്തിലിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.